സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരങ്ങൾ ഒഴുകിയെത്തി ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ വള്ളുവനാട് ഹിന്ദുമത പരിഷത്തിന്റെ 12ാമത് വാർഷിക സമ്മേളനം സമാപിച്ചു. 3 ദിവസമായി തൃത്തല യജ്ഞേശ്വരം ശിവക്ഷേത്രത്തിൽ നടന്നുവന്ന പരിപാടിയുടെ സമാപന സമ്മേളനം കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലെ വാക്കുകൾ ഇങ്ങനെ: ബഹുമാനപ്പെട്ട വള്ളുവനാട് പരിസരത്തെ സജ്ജനങ്ങളെ, യഥാർത്ഥത്തിൽ നിങ്ങളാണ് ബഹുമാനിക്കപ്പെടേണ്ടത്. കാരണം ഇത്തരത്തിൽ സനാതന ധർമ്മത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി ഒത്തുകൂടിയിരിക്കുന്ന നിങ്ങൾ ഒരു മഹത്തായ ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ട് അതിനായി സ്വയം തയ്യാറായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളാണ് യഥാർത്ഥത്തിൽ ബഹുമാനിക്കപ്പെട്ടത്. ലോകത്തിന് നന്മ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭാരതം അതിൻ്റെ തനിമയോടെ നിലനിന്നേ മതിയാകൂ. മറ്റൊരു രാഷ്ട്രവും മറ്റൊരു സംസ്കാരവും സനാതനധർമ്മം പോലെ ലോകഹിതത്തിനു വേണ്ടി നിലകൊള്ളുന്നതല്ല. സനാതനധർമ്മം നമ്മെ പഠിപ്പിക്കുന്നത് സഹജീവികളെ സ്നേഹിക്കുക, അതുപോലെ ഈ രാഷ്ട്രത്തെ മറ്റെന്തിനേക്കാളേറെ ബഹുമാനിക്കുക തുടങ്ങി മഹത്തായ തത്വങ്ങളാണ്. സനാതനധർമ്മം പറയുന്നു, ലോക സമസ്ത സുഖിനോ ഭവന്തു. ഭാരതത്തിൻ്റെ സാംസ്കാരിക തനിമ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നാം ഈ സനാതനധർമ്മത്തിൻ്റെ തത്വങ്ങളെ കുറെ കൂടി ആഴത്തിൽ സമീപിക്കേണ്ടതുണ്ട്. നമ്മൾ ക്ഷേത്രങ്ങളിൽ പൂജകളും അഭിഷേകങ്ങളും മറ്റാരാധനകളും നമ്മുടെ വിശ്വാസമനുസരിച്ച് ഭഗവാന് ചെയ്യാറുണ്ട്. എന്നാൽ നാം ചെയ്യുന്ന ഇത്തരം ആരാധനകൾ അല്ലെങ്കിൽ ഇത്തരം ആചാരങ്ങൾ അത് കേവലം നമ്മുടെ വ്യക്തിപരമായ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. എന്നാൽ ഈ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ശൈലിയായിട്ടുള്ള 3 പ്രധാന കാര്യങ്ങൾ നാം ഈ മഠങ്ങളിലും സന്യാസ ആശ്രമങ്ങളിലും ക്ഷേത്രങ്ങളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് നടപ്പിലാക്കേണ്ടതുണ്ട്. എനിക്ക് അറിയില്ല ഇവിടെ എത്ര ക്ഷേത്രങ്ങളുണ്ട്, പ്രതിനിധികൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ. ഇവിടെ നമുക്ക് നമ്മുടെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ നമുക്ക് മാർഗദർശനം നൽകുന്നുണ്ട്. അത്തരത്തിൽ നമുക്ക് നൽകുന്ന മാർഗദർശനത്തെ ശരിയായ അർത്ഥത്തിലാണോ സ്വീകരിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ആശ്രമങ്ങളും ക്ഷേത്രങ്ങളും മഠങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് 3 കാര്യങ്ങൾ നാം നടപ്പിലാക്കേണ്ടതുണ്ട്. 1. ഗോശാലകൾ നിർമ്മിക്കണം. ഗോസംരക്ഷണം ഒരു ക്ഷേത്രങ്ങളും ഓരോ ആശ്രമങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു മഠങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കേണ്ടതുണ്ട്. ഗോസംരക്ഷണം എന്നുള്ളത് നമ്മുടെ കൃഷിയെയും അതുപോലെ തന്നെ തനതായ സംസ്കാരത്തെയും സംരക്ഷിക്കാൻ തുടങ്ങുന്നതാണ്. മറ്റൊന്ന്, സ്കൂളുകൾ, വിദ്യാലയങ്ങൾ തുടങ്ങേണ്ടതുണ്ട്. ഓരോ ക്ഷേത്രങ്ങളും ഓരോ ആശ്രമങ്ങളും ഓരോ മതങ്ങളും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുവാൻ മാത്രം പ്രാപ്തരാക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. 3ാമത്തെ കാര്യം, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് സേവനം ചെയ്യാനായിട്ടുള്ള വൈദ്യസഹായം നൽകുന്നതിന് വേണ്ടിയുള്ള ആശുപത്രികളോ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളും നമ്മുടെ ക്ഷേത്ര ആശ്രമ കേന്ദ്രങ്ങളിൽ നാം തുടങ്ങേണ്ടതുണ്ട്. നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി 2047 ആകുമ്പോഴേക്കും വികസിത ഭാരതം എന്നുള്ള സങ്കല്പം മുന്നിൽ വെച്ചിട്ടുണ്ട്. അത് കേവലം പ്രധാനമന്ത്രിയുടെ മാത്രം ആഗ്രഹമല്ല, നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. ഭാരതം വികസിക്കണം എന്നുണ്ടെങ്കിൽ സനാതനധർമ്മം നിലനിർത്തിക്കൊണ്ടുള്ള വികസനത്തിന് മാത്രമേ ഭാരതത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയൂ. ലോകത്തിന് ശാന്തിയും സമാധാനവും സൗഖ്യവും നൽകാൻ കഴിയും. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ, ക്ഷേത്രങ്ങളും ഇവിടെ കൂടിയിരിക്കുന്ന ക്ഷേത്ര വിശ്വാസികളും ക്ഷേത്ര കമ്മിറ്റികളും അതുപോലെ തന്നെ ആശ്രമങ്ങളും എല്ലാം അവരവരുടെ മേഖലയിൽ ഏത് തരത്തിൽ നടപ്പിലാക്കുവാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. ഇതെല്ലാം വികസിത ഭാരതത്തിന് അടിത്തറയായിട്ടുള്ള ആധാരശിലയാണ്. അതിന് നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിലും മറ്റും ഒക്കെ വരുന്ന ധാരാളം പണമുണ്ട്. ക്ഷേത്രങ്ങളിൽ ഭണ്ഡാരങ്ങളിലും വഴിപാടുകളും ആയിട്ട് വരുന്ന പണം, അത്തരത്തിലുള്ള പണം ഇത്തരത്തിലുള്ള സാമൂഹിക ആവശ്യങ്ങൾക്ക് ഉപയുക്തമാക്കാൻ കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. ബ്രഹ്മചാരി ടി.കെ. വിനയഗോപാൽ അധ്യക്ഷത വഹിച്ചു. സംപൂജ്യസ്വാമി ദേവാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. വിജയകൃഷ്ണൻ അമേറ്റിക്കര, പ്രേമചന്ദ്രൻ മേഴത്തൂര്, കെ.പി. നാരായണൻ എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി രാവിലെ ലളിതാ സഹസ്രനാമ പാരായണം നടന്നു. തുടർന്ന് സമ്മേളനത്തിന് ഗോപാലകൃഷ്ണൻ കൈപ്പഞ്ചേരി ദീപപ്രജ്വലനം നടത്തി. അഡ്വക്കേറ്റ് രാജേഷ് വെങ്ങാലിൽ അധ്യക്ഷത വഹിച്ചു. ഒ.എസ്. സതീഷ് മുഖ്യപ്രഭാഷണം നടത്തി. വിനയൻ മാസ്റ്റർ തൃത്താല, ഡോക്ടർ വിജിത് മേഴത്തൂർ, ധർമ്മരാജൻ പെരുങ്ങോട്, അഭിമന്യു എന്നിവർ സംസാരിച്ചു. വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ വേദിയിൽ ആദരിച്ചു. തുടർന്ന് വിഷ്ണു ബാലസമിതി, ചിന്മയ വിദ്യാലയം കല്ലടത്തൂർ, മഹർഷി വിദ്യാലയം ഞാങ്ങാറ്റി എന്നിവിടങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ ഭഗവത്ഗീതാ പാരായണവും ഉണ്ടായി. മേഴത്തോൾ അഗ്നിഹോത്രി വെള്ളിശൂലം പ്രതിഷ്ഠിച്ച ജപപ്പാറയിൽ ദീപസമർപ്പണം, ഡോക്ടർ ശ്രീനാഥ് കാര്യാട്ട് ആചാര്യനായി 2500 ഭക്തർ പങ്കെടുത്ത മഹാസുദർശന യജ്ഞം, ധ്വജാരോഹണം, ജൂന അഖാഡയുടെ ദക്ഷിണ ഭാരതത്തിലെ പ്രഥമ മഹാമണ്ഡലേശ്വരായ
സംപൂജ്യ സ്വാമി ആനന്ദവനം മഹാരാജിനെ തൃത്താല മാരിയമ്മൻ ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലിയോടും വാദ്യമേളങ്ങളോടും മറ്റു കലാരൂപങ്ങളോടും കൂടി സ്വീകരണം, സ്വാമിയുടെ പ്രഭാഷണം, വിഷ്ണു സഹസ്രനാമ പാരായണം, മാതൃസമ്മേളനം, സ്വാമി സ്വരൂപാനന്ദ സരസ്വതിയുടെ പ്രഭാഷണം, യുവജന സമ്മേളനം, കലാപരിപാടികൾ എന്നിവ നടന്നു. 3 ദിവസവും എത്തിയവർക്കെല്ലാം ഭക്ഷണവും ഉണ്ടായിരുന്നു. പരിപാടിയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. Ismayavi, Pavitra P.S., Gautami Prasad. Please come forward. Take it. माननीय श्री राजेंद्र विश्वनाथ आर्लेकर जी to inaugurate our function. लोकानां भिषजे भवरोगिणां निधये सर्वविद्यानां श्रीदक्षिणामूर्तये नमः. Babaji. Master Kishan Prabha. Master. Namaskaram. We have gathered here for the concluding session, inauguration of the concluding session of the 12th annual conference of Valluvanadu Hindu Matha Parishad. And I am blessed to share the dais with Swami Devananda Puri ji, Brahmachari Vinay Gopal ji, Shri Vijay Krishnan, Dr. Premachandran, Dr. K.P. Narayanan, all other sitting Sahodaran Mare, Namaskaram. I purposely called you Bhavamana Petta because you are the force, you are the strength, you are the potential, and you are the guide of the society. Today we have gathered here for the Hindu Matha Parishad. We all know what we are, what Hindus stand for, what is the kartavya of Hindus, that is duty, and what are the adhikar, that is right of Hindus. Our kartavya and adhikar has been very rightly defined by Bhagwan Sri Vishnu in the Bhagavad Gita. He says, your duty is to perform the karma, nothing else. Your duty is to perform the karma. We have been taught this Karmanyavadhikaraste from thousands and thousands of years, and we have been following it.
because every time sadhus and sannyasis who are sitting here, they have always guided our society, guided our people, guided people like me who don't understand anything. So when these such people of Rishi, Muni, Sannyasi, Mahanta, Mahamandaleshwars, they tell us something, it is our duty to understand what they tell us. To understand it, to learn that and act accordingly. Our Hindu or Sanatana Dharma has never told us to just learn it and